Ladies and gentlemen, boys and girls, it's absolute happy moment for me and Honey, along with students, to have Jasna in ACM on her birthday day. It was a planned schedule. I really didn't want to reschedule this date, and I didn't want to give it to any other faculty than Jasna, because we wanted Jasna here today. കാരണം കഴിഞ്ഞ 16 വർഷത്തോളം ഞങ്ങളുടെ സൗഹൃദം ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒക്ടോബർ 3 ഒരുമിച്ച് കിട്ടുന്നത്. ഇതുവരെ ഒരു ഒക്ടോബർ 3 ഒരുമിച്ച് വന്നിട്ടില്ല. എനിക്ക് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ, ഹണിയുടെ ബെസ്റ്റി. ഇപ്പൊ ഞാനിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്ന പോലെ തന്നെ എന്റെ കാര്യം ഞാൻ ആദ്യം സംസാരിക്കാം. വി ഡോണ്ട് ടോക്ക് മച്ച്. നമ്മൾ കാണുമ്പോൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഫോണിൽ വിളിച്ച് വിശേഷം പറയാറില്ല. നമ്മള് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാറില്ല. ബട്ട് ഷീ കെയർസ് ഫോർ മീ, ഐ കെയർ ഫോർ ഹർ. And I respect her, she respects me. She is a very good friend of mine. കാരണം പുള്ളിക്കാരെ അറിയാതെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഓണം പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ വളരെ മോശമായ ഒരു സന്ദർഭത്തിൽ വളരെ കോയിൻസിഡന്റലി പുള്ളിക്കാരി എന്നെ ഒരു കാര്യത്തിന് വിളിക്കുകയും ആ സമയത്ത് ഞങ്ങളുടെ അവസ്ഥ അറിയുകയും ഷീ മോട്ടിവേറ്റഡ് മീ ലൈക്ക് anything, and she said like okay, invite me to wow, we'll see. ഒരു ഘട്ടത്തിൽ ACMSന് ഫാക്കൽറ്റീസിന് സാലറി കൊടുക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എന്ന് പറയുന്ന അവസ്ഥയിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ പാക്കേജ് പോലും കൺസിഡർ ചെയ്യാതെ ഇത്രയും ദൂരം ട്രാവല് ബിയർ ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സൗഹൃദം എന്ന് പറയുമ്പോൾ അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് സോ സ്പെഷ്യൽ ഫോർ മീ ആൻഡ് ഹണി. ഹണിയെ സംബന്ധിച്ച് പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട, കാരണം അവർ ബെസ്റ്റീസ് ആണ്. സോ that's what Jasna, your birthday is always special. Thank you. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഞാനത് ഹണിയുടെ സ്പീച്ചിന് ശേഷം, ജസ്റ്റിന്റെ സ്പീച്ചിന് ശേഷം പറയാം. ഹണി, ഓവർ ടു യു. ജസ്ന നമ്മുടെ നല്ലൊരു സുഹൃത്താണ്, വളരെ നല്ലൊരു സുഹൃത്താണ്. ഒത്തിരി സുഹൃത്ത് വലയങ്ങളൊന്നുമില്ല, എങ്കിലും ജസ്ന കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് നമുക്കൊപ്പം ഉള്ള ഒരു നല്ല സുഹൃത്താണ്. നമ്മുടെ ഒരു അവസ്ഥ പറയാതെ നമ്മളെ മനസ്സിലാക്കി നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരുന്നൊരു സുഹൃത്താണ്. ഞങ്ങളുടെ കൂടെ ഏത് സന്തോഷത്തിലും ഏത് ക്രൈസിസിലും പ്രതിസന്ധിയിലും ജസ്ന കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ജസ്നയെപ്പോഴുള്ള സൗഹൃദം ജീവിതാവസാനം വരെ അത് നന്നായിട്ട് നമുക്ക് എല്ലാ ബേർഡേഴ്സും ആഘോഷങ്ങൾ നമുക്ക് വേണം. കാരണം പുള്ളിക്കാരിക്ക് ഈ ആഘോഷങ്ങളോട് പൊതുവെ താല്പര്യമില്ല. പക്ഷെ എങ്കിലും ആഘോഷങ്ങൾ വേണം, ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, അല്ലേ? അതാണ് നമ്മുടെ ഒരു വൈബ്. അത്രേ ഉള്ളൂ. ജസ്റ്റിന് എല്ലാവിധ ആശംസകളും. പറയുമ്പോ സത്യം പറഞ്ഞ എനിക്കിങ്ങനെ ഇപ്പൊ ആക്ച്വലി ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങളിങ്ങനെ നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് അത് പക്ഷേ അൺകംഫർട്ടബിൾ ആണെന്ന് പറയുമെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് ഞാൻ കയറി വന്നപ്പോൾ നിങ്ങൾ തന്ന വിഷിൽ തന്നെ തുടങ്ങിയിട്ട് ഇറ്റ്സ് ആക്ച്വലി ഫീലിംഗ് ഓഫ് മൈ ഹാർട്ട് ഓവർഫ്ലോയിങ് ആണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. ഇത് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു കുഞ്ഞ് ഒരു മിഠായി കൊണ്ട് തന്നിട്ട് തന്നെ മൈ ഹാർട്ട് ഈസ് ഫുൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കുഞ്ഞു ജസ്റ്റേഴ്സ് ആണ് എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഈ ടോക്കിംഗ് അബൌട്ട് ദം എനിക്ക് കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ സംസാരിക്കും. പക്ഷെ എനിക്ക് ഇങ്ങനൊരു ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഐ എം ഷുവർ ദീസ് 2 പീപ്പിൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട് രണ്ടുപേരും. എപ്പോഴും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഡെയിലി വിളിക്കാറില്ല. ഇവിടെ വെച്ച് കാണുന്ന സൗഹൃദമാണ്, പക്ഷെ അതിന് ഭയങ്കര ഡെപ്ത് ഉണ്ട്. കാരണം ഇപ്പോൾ ടോം ആണെങ്കിലും ഹണി ആണെങ്കിലും ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം മാറ്റി വെച്ചിട്ട് അവരെനിക്ക് ചെയ്തു തരും. എനിക്ക് നല്ലോണം അങ്ങനത്തെ 2 ഫ്രണ്ട്സാണ് ഈ കട്ടയ്ക്ക് 2 സൈഡിൽ നിൽക്കുന്നത്. എനിക്ക് ഇപ്പം ബോയ്സ് ആയിട്ട് അല്ലെങ്കിൽ ആണുങ്ങളായിട്ട് ഫ്രണ്ട്സ് അങ്ങനെ ഭയങ്കര കുറവാണ്, പെണ്ണുകളിലും കുറവാണ്. ഞാൻ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അങ്ങനെ കൂടെ, അതായത്
ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ട്. കാരണം ഞാൻ കോളൊന്നും ചെയ്യാത്ത ഒരാളാണ്, അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കോൾ ചെയ്ത് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഇവർക്ക് എന്താ പറയുക, ഇവരെനിക്ക് ആ ഒരു ഞാൻ എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ ഇവിടെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ട്രെയിനിങ് ഒക്കെ. എന്നിട്ട് ഞാൻ ബിഗിനർ അപ്പോഴും എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ എടുക്കുന്ന ക്ലാസ് എന്താണെന്ന് പോലും അവർ അന്വേഷിക്കാറില്ല, ഇല്ലേ? they don't even bother ഞാൻ എന്താണ് ക്ലാസ്സിൽ എടുക്കുന്നത്. അവരത് കാരണം അത്രയും വിശ്വാസമാണ് എന്നിലുള്ളത്. അതുപോലെ തന്നെ എനിക്ക് അവർക്ക്, കാരണം എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു ജോലി സ്ഥലം എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് വരുന്നു, അത്രേ ഉള്ളൂ. അവിടെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി സ്പെഷ്യൽ ആൻഡ് ദിസ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ. കാരണം ഇത്രയും വർഷത്തിന് ശേഷം ആൻഡ് വി ബോത്ത് ആർ സെലിബ്രേറ്റിംഗ് ടുഗദർ. ആൻഡ് താങ്ക് യു ടോം. രാവിലെ തന്നെ ലുലുവിൽ പോയി കാണും. ഇത് ടൂ വീലറിലാണ് കൊണ്ടുവന്നത്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ മെട്രോയിലാണ് പക്ഷെ അയാള് അല്ല മെട്രോയിലാണെങ്കിലും നടന്നു പോയി കൊണ്ടുവന്നില്ലേ. അല്ല ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്യില്ല കേട്ടോ. കാരണം അല്ല ഞാൻ സത്യം പറയാം, ഞാൻ ചിലപ്പോൾ ഇത്ര എഫേർട്ട് എടുക്കുന്നിരിക്കില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു ഓൾ. നിങ്ങളെ ഒരു എന്താ, നിങ്ങൾ ശരിക്കും നല്ല കുട്ടികളാണ്. വെരി വെരി ഇന്നസെന്റ്, അല്ലെങ്കിൽ വെരി ആത്മാർത്ഥതയോടുകൂടെ നിൽക്കുന്ന കാണുന്നത് സോ ഹാപ്പി. ഈ ബാച്ചിലുള്ള എല്ലാവരും നമ്മുടെ മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് എല്ലാ ബാച്ചും മനസ്സിനോട് അടുത്ത് നിൽക്കുന്നതാണ്. കുട്ടികളെല്ലാവരും മുഖങ്ങൾ മാത്രമാണ്, പേരുകൾ മാത്രം. ബട്ട് സ്റ്റുഡൻസ് ആർ ഓൾവേസ്. ഹണിക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കണം ജസ്റ്റ് ആവുമ്പോൾ. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. സാറേ പോയി ഗിഫ്റ്റ് കൊടുക്കണം സാറേ. ഓക്കെ ആയിക്കോട്ടെ സാറേ. നമ്മളെ ഇച്ചിരി വഴി തരും. ഒന്നുമില്ല. ആയിഷ ആ മുഖം കറക്റ്റ് ആയിട്ട് ഒപ്പി കിട്ടും. ആരുടെയാണ്? ഓക്കെ ഞാൻ സാറിന് എടുക്കാം. ജസ്ന മാമിന്റെ ഞാൻ ജസ്ന മാഡത്തിന് ഒരു ഹാരം അണിയിക്കാൻ പോകുന്നു. ഹാരമാണ് പോലെ നിങ്ങളൊരു ഹാപ്പി ബർത്ത്ഡേ പാടാൻ പോകുന്നു. ഓക്കെ ഗൈസ്, ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിന്റെ കൂടെ സാധാരണഗതിയിൽ അത് ഗിഫ്റ്റാണ്. ഓക്കെ ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം ഒരു ലിറ്റിൽ ഹാർട്ടായിട്ട് അതിനുള്ളിലുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ സാധാരണഗതിയിൽ ACMS എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ ഹണി ഒരുമിച്ചാണ്. ഹണിയോട് പറയാതെ ഒരു കാര്യം ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട്. സോറി. സാധാരണഗതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. രാവിലെ താൻ ഇത്തിരി ബിസി ആയിരുന്നല്ലോ, അതുകൊണ്ട് അതല്ല ഇത്തിരി ബിസി ആയിരുന്നല്ലോ. നമ്മള് സാധാരണ ഇവിടെ ബർത്ത്ഡേ ഉള്ള കുട്ടികളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ചെയ്യാറുണ്ട്. നമ്മളത് ഈ വർഷം ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്, അല്ലേ? പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ അത് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ചെയ്യണം. കാരണം സോഷ്യൽ മീഡിയയില് പിള്ളേർ ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് ഈ വർഷം നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത് അത് ശരിയല്ല. അപ്പൊ ഞാനാണ് അത് ഊന്നി പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ നമ്മള് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ബർത്ത്ഡേ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും നമ്മൾ ഇതിനോടൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ആരുടെയൊക്കെയായിരുന്നു ബർത്ത്ഡേ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ ഉണ്ടായിരുന്നത്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ബർത്ത്ഡേ
ഇത് ആ വാടി ആരാണോ അടുത്ത മാസം ഓക്കെ സോ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ബർത്ത്ഡേ ഉണ്ടാകുന്ന എല്ലാവരും വരൂ. സാർ നെക്സ്റ്റ് മന്ത് ആയിക്കോട്ടെ. നെക്സ്റ്റ് മന്ത് വേറെ കേക്ക് കട്ടിക്കും. അതിഥി ഇല്ലേ? അതിഥിയുടെ ബർത്ത്ഡേ ഇല്ലായിരുന്നു. പിന്നെ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടായിരുന്നോ? ബർത്ത്ഡേ ഓഗസ്റ്റിൽ ബർത്ത്ഡേ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഷാഹിദ് നിന്റെ ജൂലൈ സാർ ജൂലൈ. ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഇട്. അപ്പൊ നമ്മള് ഇങ്ങനെ ഇടാ നല്ലത്. ഓക്കെ അപ്പൊ ആദ്യം ഈ കേക്ക് ഹണിയും ജസ്റ്റിനെയും കട്ട് ചെയ്യുന്നതാണ്. പ്ലീസ് ഒരു മിനിറ്റ്. ഓക്കെ അത് കഴിഞ്ഞിട്ട് അവരുടെ ബർത്ത്ഡേ ശരിയായിക്കോട്ടെ. അപ്പം കട്ടിത്തോട്ടെ. ഹാപ്പി ബർത്ത്ഡേ. All those birthday gifts, come forward. Birthday gifts അവിടെ വരൂ വരൂ വരൂ. അഭി എന്ത് ചെയ്യും? ബോയ്സ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ കഴിയുന്നു. Happy birthday. ആര്യ സ്നേഹ നമ്മുടെ എഡിറ്റിംഗ് സിംഹം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ സെർവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൊടുക്കാം. ഡോൺ പറയും എസ്റ്റിമേറ്റ് തന്നെ എല്ലാം തരും. ഒന്നുകൂടെ സെൻട്രൽ കേട്ടോ. ഒരു എഡിറ്റിംഗ് സമയം കിട്ടാൻ വേണ്ടി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്റെ സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാർ. സാർ സാർ സ്ഥലം സാറിന്റെ ആ സിംഹം. സ്പേസ്. സിംഹം സാറിന്റെ സിംഹം ഹണി സാറിന്റെ സിംഹത്തിന്റെ സ്ഥലം കൂടി. ഓക്കെ അപ്പം കഴിഞ്ഞ 3 മാസം മുമ്പ് തൊട്ട് നമ്മുടെ ബാച്ച് തുടങ്ങിയപ്പോ തൊട്ട് ഇദ്ദേഹം മിസ്റ്റർ ഹണി ജോൺസൺ, എന്റെ ബിസിനസ് പാർട്ണർ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായിരുന്നു, എടോ ഈ വർഷത്തെ ജസ്നയുടെ ബർത്ത്ഡേക്ക് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ പുള്ളി കണ്ടെത്തിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. പുള്ളി എന്നോട് 2 മാസം മുമ്പ് സജഷൻ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ജസ്നയ്ക്ക് ഇപ്പൊ എന്ത് ഗിഫ്റ്റ് കൊടുക്കും? എന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ കാരണം ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ക്രിഞ്ചാണ്. ഞാനാണെങ്കിൽ ക്രിഞ്ചിനാണെങ്കിൽ അറ്റമാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ക്രിഞ്ചായ കുഴപ്പമില്ല, തനിക്ക് ഇഷ്ടമുള്ള സാധനം താൻ മേടിച്ചു, ജസ്റ്റയ്ക്ക് സെറ്റ് ആവും. അപ്പൊ പുള്ളിക്ക് വേണ്ടി എനിക്ക് ജസ്റ്റയിൽ
എനിക്ക് ജസ്റ്റിനെ എപ്പോഴും ആ രീതിയിലാണ് കാണാൻ ഇഷ്ടം. അപ്പം അങ്ങനെ ജസ്റ്റയ്ക്ക് പറ്റുന്ന ഒരു അനുയോജ്യമായ ഗിഫ്റ്റ് ഹണിക്ക് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഇപ്പം തരുന്നു. പക്ഷെ ഈ വാളി ഇന്ന് അതേ പാറ്റേൺ ഒരു ഐറ്റം കൊണ്ട് ഇവിടെ വന്നത് പാളിപ്പോയി. ഇറ്റ്സ് ഓക്കേ. ബട്ട് സ്റ്റിൽ പൈസ സസ്പെൻസ് ജസ്റ്റിക്ക് വേണ്ടി എനിക്ക് ജസ്റ്റിനെ ജിമിക്കിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ വാളി ഇട്ടുകൊണ്ട് വന്നു, അത് വാളിപ്പോയി. പക്ഷെ എനിക്ക് ഈ ജിമിക്കി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റിയുടെ ഒരു ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ജിമിക്കിട്ട് എടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ആ പോയി താങ്ക് യു. താങ്ക് യു. എടോ അതുകൊണ്ടാണ് കാരണം നമ്മൾ ഒത്തിരി സ്ത്രീകൾ കൊടുത്ത് പരിചയം ആയിഷ കൊടുത്ത് പരിചയം സ്ത്രീ മനസ്സറിയും. അല്ല ഈ ഡ്രസ്സിനെ ഒരുപാട് ജിമിക്കി ഞാനിങ്ങനെ ആലോചിച്ചു ഇവിടെ വലുതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതല്ലേ ചോദിച്ചത്. താൻ എപ്പം ജിമിക്കി എനിക്ക് ജിമിക്കി ഒരു വീക്ക്നെസ് എല്ലാരും ക്ലാസ് റൂമിലേക്ക് ഒന്ന് നിൽക്കുമോ? അപമാനിക്കല്ലേ